നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ടിക്കൽ ശ്മശാനം റോഡിൽ അനധികൃത നിലം നികത്തുന്നതിനെതിരെ തലശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് സബ് കളക്ടർക്ക് പരാതി നൽകി. തലശ്ശേരി കണ്ടിക്കൽ പ്രദേശത്ത് ചതുപ്പ് നിലം നികത്തി മണ്ണിടുന്നതിനെതിരെ യൂത്ത് ലീഗ് രംഗത്ത്. കണ്ടിക്കൽ ശ്മശാനത്തിനടുത്ത് റിയൽ എസ്റ്റേറ്റ് സംഘം ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുത്ത് വ്യാപകമായി മണ്ണിട്ട് കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത ജനവാസ കേന്ദ്രത്തെയും വരാൻ പോകുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയെയും ചുറ്റുപാടിനെയും അപകടപ്പെടുത്തുന്നതാണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റി സബ് കളക്ടർക്ക് നിവേദനം നൽകി. അവർ വയൽ പ്രദേശം മണ്ണിടിക്കുന്നുണ്ട്. അതിന്റെ ഒഫീഷ്യലായിട്ട് അവർ ഈ IKK ഗ്രൂപ്പായിട്ട് എഗ്രിമെന്റ് 2019 2021 ബൈപ്പാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റാണ്. 2021 ഫിനിഷായ കഴിഞ്ഞ കാലം ഇടിച്ച മണ്ണ് നിവൃത്തി പഴയ സ്ഥിതിയിലേക്ക് മാറ്റാന്ന് പറഞ്ഞു. നിലവിൽ ഇപ്പോൾ അത് കണ്ടിന്യൂ 24 അത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നു. തൊട്ടടുത്ത് ശ്മശാനം വരുന്നത്, നേരെ മുമ്പിൽ അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ വരുന്നത്. ഈ മണ്ണിടിക്കുമ്പോൾ ഓൾറെഡി മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന അത് നമ്മളെ പ്രദേശത്തും ടൗൺ പോലത്തെ ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ എഫക്റ്റ് ആയിരുന്നു. തലശ്ശേരി ടൗണിൽ ചെറിയ മഴ വരുമ്പോൾ തന്നെ വെള്ളപ്പൊക്കം വരുന്നത് ആ പ്രദേശം. തലശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് തലായും ജനറൽ സെക്രട്ടറി തഫ്ലീം മണിയാടുമാണ് നിവേദനം നൽകിയത്. നിവേദന സംഘത്തിൽ മുനിസിപ്പൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീർ മഹമ്മൂദ്, ഷഹബാസ് കയ്യത്ത്, മജീദ് KV എന്നിവരും ഉണ്ടായിരുന്നു. സമഗ്ര ന്യൂസ്, പാനൂർ.